ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ട്രെൻഡായി നടക്കുന്ന ഒരു പുട്ട് റെസിപ്പി ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ്. തേങ്ങാപ്പാലും പിന്നെ പശുമ്പാലും. ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ വയ്ക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നീട് നമുക്ക് എത്ര എടുക്കാം പൊടി 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സാക്കിയ ശേഷം പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ അത് ഒഴിച്ച് കൊടുക്കുക, 1/2 ഗ്ലാസ്. അതേ 1/2 ഗ്ലാസ് തന്നെ വീണ്ടും പശുമ്പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ല രസം. രണ്ടും കൂടി മിക്സാക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ഉണ്ട് തിന്നാൻ, നല്ല അടിപൊളി ടേസ്റ്റ്. രണ്ടും കൂടെ ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല രസമാണ്. തേങ്ങാപ്പാലും പശുമ്പാലും കൂടെ നല്ല അടിപൊളിയായിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടി നന്നായിട്ട് പൊതിർന്ന് കിട്ടും. അങ്ങനെ അത് നന്നായിട്ട് കുഴക്കുക. അന്നേരം പക്ഷേ അതിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. പൊട്ട് നമ്മൾ സാധാ പൊട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആവിയിൽ വേവിക്കെടുക്കുക. എന്നിട്ട് നല്ലൊരു ചിക്കൻ്റെ മുളകിട്ട കറി കൂടെ ഉണ്ടെങ്കിലല്ല ഒന്നും പറയണ്ട, കണ്ണടച്ച് തിന്നു പോകും. അടിപൊളി ടേസ്റ്റാണ്. അതിന് ചിക്കൻ മുളകിട്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാം. ഞാൻ ചിക്കൻ മുളകിട്ട് ഉണ്ടാക്കിയത് കറി ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി, പൊട്ടും ചിക്കൻ മുളകിട്ടതും നല്ല രസമുള്ള കറിയാണ്. ബീഫ് കറി രസമാട്ടോ. അതിൽ ചിക്കൻ മുളകിടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണല്ലോ, നല്ല എരും പുളിയും എല്ലാം കൂടെ ഉള്ളതും. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കി നോക്കി. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. എന്ത് രസമുള്ള മുളക് കറി എന്നറിയാം, ചിക്കൻ മുളകിട്ടത് അടിപൊളി ടേസ്റ്റാണ്. നല്ല കട്ടിയുള്ള, ആവശ്യത്തിന് കട്ടിയുള്ള കറി. അത് പൊട്ടിക്കാണ്ട് ഒഴിക്കുമ്പോണ്ടല്ലോ ഒന്നും പറയാനില്ല, നമ്മൾ ഇരുന്ന് ഇങ്ങനെ തിന്നു പോകും ഓർമ്മയില്ലാതെ. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ട.